ഹലോ എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു സ്റ്റഡി വ്ളോഗാട്ടോ. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗാണ്. അതായത് ഒരു പനിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റഡി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണതാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലോങ് ടൈം ഒന്നുമല്ല കേട്ടോ, ഒരു ജസ്റ്റ് 2-3 ഡേയ്സ്. ഈ 2-3 ഡേയ്സ് ഞാൻ ബ്രേക്ക് എടുത്തിരുന്നെങ്കിലും ഒരു 3 hours 6 hours ഒക്കെ മാക്സിമം പഠിക്കുമായിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓപ്ഷൻ്റെ ക്ലാസ്സും പോകുന്നുണ്ട്. മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിന് മെൻറ്റർഷിപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും വാജിറാമയും തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ പഠിക്കുന്നത് കൊണ്ട് കുറേ പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു 15 hours ഫോക്കസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്ന്. ഞാൻ പഠിക്കാൻ ഒട്ടും ഓക്കെ അല്ലാതിരിക്കുന്ന ടൈമിൽ ഇതുപോലൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആവാറുണ്ട് കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഇപ്പം എനിക്കൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കാറുണ്ട്. മീൻസ് ഞങ്ങൾ രണ്ടാളും ഒരു എക്സാമിന് വേണ്ടി ഒന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, രണ്ടുപേരും 2 എക്സാമിന് വേണ്ടിയിട്ടാണ്. ബട്ട് മോട്ടിവേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിയർ ഗ്രൂപ്പാണ്, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ് 15 hours ഇന്ന് കമ്പൽസറി ആയിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കേട്ടോ ഈ ഡേ സ്റ്റാർട്ട് ചെയ്യണേ. രാവിലെ ഒരു 4:30 എണീറ്റാണ് ഞാൻ സ്റ്റഡീസ് തുടങ്ങാമെന്ന് വെച്ചേക്കണേ. ബട്ട് ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ പഠിക്കും, എന്തൊക്കെയോ നോക്കും, പിന്നെ ക്ലാസ് മസ്റ്റായിട്ട് കാണുമായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ വീഡിയോ ക്ലാസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അതൊക്കെ മാക്സിമം നോക്കി അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഒരു റൊട്ടീനിലോട്ട് വരണമെന്നും പിന്നെ അത്യാവശ്യം 10 hours പ്ലസ് പഠിക്കണമെന്നും. ഇന്ന് 15 hours ആട്ടോ ടാർഗറ്റ് വെച്ചേക്കുന്നത്. അറിയില്ല എങ്ങനെയാവുമെന്ന്. ഫസ്റ്റിൽ ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ നോക്കി, എന്തൊക്കെ ഫോക്കസ് ചെയ്യണം അങ്ങനെ. പിന്നെ കുറേ ക്ലാസ് പെൻഡിങ് ഉണ്ട്, കുറേ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റഡി ഇന്ന് ഈ ഒരു 15 hours എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തു. എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, എന്തൊക്കെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഒരു 5 o'clock ആയിട്ടോ പഠിക്കാൻ വേണ്ടി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്. അപ്പം 5 o'clockനാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതണത്, ഈ പ്ലാനറിനകത്ത് എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് എഴുതണമെന്ന്. ഞാൻ ഭയങ്കര ഓർഗനൈസ് ആയിട്ടൊന്നും അല്ല എഴുതുന്നത്. ഒരു വീക്ക്ലി ഒരു പ്ലാൻ അങ്ങനെയാട്ടോ കൂടുതലും ഫോക്കസ് ചെയ്ത് പോകണേ. ചിലപ്പോൾ 2 days കൂടുമ്പോഴായിരിക്കും. എന്നിട്ട് രാവിലെ പഠിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടോപ്പിക്സ് മാത്രം. അത് ഓൾറെഡി മെൻറ്റർഷിപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന ടോപ്പിക്ക് എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം അവർ ആൻസർ റൈറ്റിങ് പോകുന്നത് കൊണ്ട് ഇന്ന ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ആൻസർ ആയിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതും ഓഫ്ലൈൻ ആയിരിക്കും മിക്കതും വരുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടോപ്പിക്സ് പഠിക്കുക, പോയി എഴുതുക, അങ്ങനെയാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്, എന്താ ജോഗ്രഫിയും പൊളിറ്റി മാത്രമുള്ളൂ പഠിക്കുന്നുള്ളൂ, വേറൊന്നും പഠിക്കുന്നില്ലേ, അതാണ് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിട്ടൊന്നുമല്ല. ജോഗ്രഫി എനിക്ക് പാടുള്ള സബ്ജക്റ്റാണ്. അതിൽ ഫിസിക്കൽ ജോഗ്രഫിയാണ് എനിക്ക് നല്ല ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. ടഫെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് മറന്നു പോകും. അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയാലും എനിക്ക് മാറി പോലുണ്ട്. ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്ത സബ്ജക്റ്റ് പൊളിറ്റി ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ വീഡിയോ. അപ്പോൾ ആ ഒരു 1 month ഫുള്ളും പൊളിറ്റി തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിയും ജോഗ്രഫിയും അങ്ങനെ 2 സബ്ജക്റ്റായിരുന്നു. ആദ്യമേ പൊളിറ്റി, അത് കഴിഞ്ഞ് ജോഗ്രഫി. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന ടോപ്പിക്സ് പഠിക്കുക, അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കുക, അങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു പൊളിറ്റി ആ ഒരു ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫീൻ്റെ കഴിയാനായി. മാപ്പിംഗ് അങ്ങനെയുള്ള അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഫിസിക്കൽ ജോഗ്രഫിയാണ് നോക്കുന്നത്. NCERT ആണ്. ഇപ്പം സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾക്ക് ഇഷ്ടമുള്ള അതായത് അവർ ടോപ്പിക്സ് പറയുള്ളൂ, നമ്മൾ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും GC ലിയോണും NCERT മാത്രമാണ് ജോഗ്രഫിക്ക് നോക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ക്ലാസ് നോട്ട്സും ഉണ്ട്. അതെല്ലാം ചേർന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ മോർണിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. അതിൻ്റെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്ഷനിൽ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രോബ്ലംസൊക്കെ എടുത്ത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 o'clock തൊട്ട് 9:30 9:30 വരെ ഞാനിപ്പോൾ പഠിച്ചു. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂർ സംതിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗിൽ പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓക്കെ ആട്ടോ. ഒരു 5 hours ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് പഠിക്കാൻ പറ്റാറുണ്ട്. ബട്ട് എല്ലാ സബ്ജക്റ്റും എനിക്ക് പഠിക്കാൻ പറ്റാറില്ല. മാത്സ്, എക്കണോമിക്സ് അങ്ങനെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ പറ്റാറുള്ളൂ. അല്ലെങ്കിൽ ഒരു 2 hours പോലും ഞാൻ ഇരിക്കത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം പിന്നെ വേറെ സബ്ജക്റ്റിലോട്ട് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുറച്ച് അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക,
അതൊക്കെ എനിക്ക് ഓക്കെ കേട്ടോ രാവിലെ. അപ്പോൾ ഒരു 5 hours വരെ മാക്സിമം ഇരിക്കാൻ ഞാൻ അത്യാവശ്യം പ്രൊഡക്റ്റീവ്. മാത്സ് പഠിക്കാനുള്ള ടിപ്സ് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്. മാത്സ് പഠിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്പെന്ന് പറയുന്നത് പ്രാക്ടീസ് മോർ ടൈം പ്രാക്ടീസ്, അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും മാത്സ് റീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ലിസണിങ്ങിലൂടെയോ ഒന്നും സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ദ മോർ യു പ്രാക്ടീസ് മാത്സ് പ്രോബ്ലംസ് ദ ബെറ്റർ. അതായത് കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ മാത്സിലുള്ളൊരു എഫിഷ്യൻസി നമ്മൾ ഇൻക്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ മാത്സ് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പം ഓരോ പ്രോബ്ലംസിനും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കും, അറിയാമല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്കൊരു എഫിഷ്യൻസി വരാൻ വേണ്ടിയിട്ട് നമ്മൾ മോർ ടൈം അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു 1.5 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 hours ഒക്കെ ഞാൻ ബ്രേക്ക് എടുക്കും കേട്ടോ. ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റഡി തുടങ്ങത്തുള്ളൂ. പിന്നെ രാവിലെ തന്നെ ന്യൂസ് ജസ്റ്റ് നോക്കും, ഓടിച്ച് നോക്കും, ഏതൊക്കെ ന്യൂസ് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കും. അതിൻ്റെ കൂടെ തന്നെ UPSCക്ക് വേണ്ടി ഏതൊക്കെ പേജുകളിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് അടക്കം വായിക്കണം എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കും. എന്നിട്ട് ഈവനിങ്ങിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കും. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് നടക്കാൻ പോകും. ഇപ്പം ഇങ്ങനെ നേരത്തെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് പോകുന്നില്ല, പനിയൊക്കെ വന്നതുകൊണ്ട്. ഇപ്പോൾ നടക്കാൻ പോകും. അതിന് ബാക്ക് ടു വന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടെസ്റ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാജിറാമിൽ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എത്തിക്സും ഇതും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്തിക്സിൻ്റെ കുറച്ച് പോർഷൻസും അതുപോലെ തന്നെ ഗവർണൻസിൻ്റെ കുറച്ച് പോർഷൻസും കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ കുറേ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ പെൻഡിങ് ഉള്ളതെല്ലാം എനിക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ വാജിറാമിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന ടൈമിൽ അവർ തന്നെ നമുക്കൊരു മെൻറ്റർഷിപ്പ് പോലെ തരുന്നുണ്ട്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം, ഏത് ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, അതെല്ലാ സബ്ജക്റ്റിനുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഇവരുടെ ഒരു ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഒക്കെ. ആദ്യമേ ഞാൻ ഓപ്ഷനിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്, ബട്ട് അത് എനിക്ക് മോർ ബെറ്ററായിട്ട് തോന്നിയപ്പോഴത്തേക്കാണ് ഞാനൊരു ടെസ്റ്റ് സീരീസും കൂടെ എടുത്തേക്കാന്ന് ഓർത്തത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സെൽഫ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെൻറ്റർഷിപ്പ് എടുക്കുന്നത് ഭയങ്കര ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്ക് ടു വീണ്ടും പഠിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഒരു 3 hours കണ്ടിന്യൂസ് ജോഗ്രഫിയുടെ ആ ഒരു NCERTയുടെ ഫിസിക്കൽ ജോഗ്രഫി ഫുള്ള് തീർക്കുക എന്നുള്ളൊരു ചലഞ്ചുമായിട്ടാട്ടോ. അപ്പം 3 hours കൊണ്ട് ആ ഒരു ബുക്ക് ഫുള്ളും ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ബുക്സ് വായിക്കുന്നതിനേക്കാൾ നല്ലത് മെയിൻ പോയിൻറ്റ്സുകൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 hours ആ ഒരു ബുക്ക് ഫുള്ളും അതായത് ഇമ്പോർട്ടൻറ്റ് ഫുള്ള് എനിക്ക് തീർക്കണം. കാരണം ഇന്ന് എനിക്ക് അതിൻ്റെ ഒരു എക്സാം ഉണ്ട്, ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു എക്സാം, ഒരു ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 hours ഉള്ളൂ എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ 3 hours കൊണ്ട് ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്ത് ജോഗ്രഫി പഠിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ എനിക്ക് ജോഗ്രഫി ഭയങ്കര പാടാണ്. ഞാൻ ബൈ ഹാർട്ടാക്കി പഠിക്കാനാണ് നേരത്തെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് ലാസ്റ്റ് ആൻസർ, അതായത് ലാസ്റ്റ് 2022 മെയിൻസ് എക്സാം എഴുതിയ ടൈമിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, അതിൻ്റെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് മാക്സിമം ക്ലിയർ ആയി. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ ഇപ്പം ടൈം എന്ന് പറഞ്ഞൊരു 6 o'clock ആയി. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് ബാക്ക് ടു വന്നതിന് ശേഷം ആണ് ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 10 hours ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ വന്ന് ബാക്ക് ടു പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്യേണ്ടത് എത്തിക്സ് ആണ്. കാരണം എനിക്ക് നാളെ ദിവസം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കഴിഞ്ഞുള്ളൊരു ദിവസം എനിക്ക് രാവിലെ തന്നെ എത്തിക്സിൻ്റെ എക്സാം ഉണ്ട്. പിന്നെ ഫൈനലി ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ നോട്ട്സ് പ്രിപ്പറേഷൻ നടക്കാറില്ല കേട്ടോ. കാരണം ഓൾറെഡി മെൻറ്റർഷിപ്പിൽ പോകുന്നതുകൊണ്ട് അവർ തരുന്ന ടോപ്പിക്സ് തന്നെ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും പല ടൈമുകളിലും. അപ്പോൾ അത് കഴിയുമ്പം തന്നെ ന്യൂസ് പേപ്പർ ജസ്റ്റ് വായിക്കാനുള്ള ടൈമേ എനിക്ക് കിട്ടാറുള്ളൂ. പിന്നെ ഒരു മാക്സിമം ഒരു 10 o'clock 11 o'clock വരെ ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് വീട്ടിലൊക്കെ കോൾ ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്ക് ടു വന്ന് പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കും. പിന്നെ ഒരു 11 o'clock കഴിഞ്ഞപ്പോഴത്തേക്ക് ഒക്കെ സ്റ്റഡിയൊക്കെ കംപ്ലീറ്റ് ആയി. ടാർഗറ്റ് ഞാൻ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ രണ്ടാളും 15 hours കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റിലേക്ക് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പയ്യെ കേട്ടോ അത് നമുക്ക് റെഡി ആയിട്ട് വരത്തുള്ളൂ.